ഹരേ കൃഷ്ണ. കൃഷ്ണഭക്തന്മാരുടെ വലിയൊരനുഗ്രഹം എന്താണെന്നോ, അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ മനസ്സിൽ കൃഷ്ണനെ വെച്ച് ആരാധിക്കാം എന്നതാണ്. അതായത് കുസൃതി കാണിക്കുന്ന ഉണ്ണിയോടുള്ള മാതൃവാത്സല്യത്തോടെ ആരാധിക്കുന്ന അമ്മമാരുടെ മനസ്സിൽ കൃഷ്ണൻ അവരുടെ പ്രിയപ്പെട്ട ഉണ്ണിയാണ്. ഗോപികമാരെ പോലെ പ്രണയത്തോടെ ആരാധിക്കുന്നവർക്ക് കൃഷ്ണൻ ഒരു കാമുകനാണ്. ദുഃഖങ്ങളും സന്തോഷങ്ങളും ആഗ്രഹങ്ങളും പങ്കുവയ്ക്കാൻ ചിലർക്ക് കണ്ണൻ ആത്മമിത്രമാണ്. മറ്റു ചിലർക്കാവട്ടെ പ്രപഞ്ചത്തിൻ്റെ തന്നെ നാഥനാണ്. ഇത്തരത്തിൽ ഓരോ ഭക്തന്മാരിലും കണ്ണൻ കുടിയിരിക്കുന്നത് വ്യത്യസ്ത ഭാവത്തിലാണ്. ഭക്തന്മാരെ കണ്ണൻ ഒരിക്കലും കൈവിടില്ല. പക്ഷേ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അത് നമ്മളെ തളർത്താനോ വേദനിപ്പിക്കാനോ അല്ല, പകരം അവനിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നതിനു വേണ്ടിയാണ്. കൂടാതെ ഈ പരീക്ഷണങ്ങൾ തൻ്റെ ഭക്തന്മാരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു. തളർന്നു പോയെന്നു തോന്നാം. എല്ലാം നഷ്ടപ്പെട്ട് അന്ധകാരത്തിൽ തനിച്ചായതുപോലെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായും വരും. ഈ സമയങ്ങളിൽ ഭക്തിയോടെ കണ്ണനെ വിളിച്ചാൽ ആ അന്ധകാരത്തെ കീറിമുറിച്ചുകൊണ്ട് ഒരു ദീപം തെളിയും. അതാണ് ഭക്തരിൽ കൃഷ്ണൻ നൽകുന്ന കടാക്ഷം. ഈ കടാക്ഷം അനുഭവിക്കാൻ സാധിക്കുക എന്നതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. കൃഷ്ണഭക്തിയിൽ ലയിച്ചു ജീവിക്കാനും അതിൻ്റെ ആനന്ദം നുകരാനും സാധിക്കുക എന്നത് എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല. അത്രത്തോളം ഹൃദയത്തിൽ കൃഷ്ണനെ ചേർത്തു നിർത്തുന്ന കൃഷ്ണാനുഗ്രഹം ലഭിച്ച ഭക്തന്മാർക്ക് മാത്രമേ ആ ഭാഗ്യം ലഭിക്കാറുള്ളൂ. ഇത്തരത്തിൽ ജീവിതാവസാനം വരെ ഈ ഭക്തിയാകുന്ന ആനന്ദസാഗരത്തിൽ ആറാടി ജീവിക്കാനും ഓരോ ഭക്തനും നിന്റെ അനുഗ്രഹം ലഭിക്കട്ടെ കണ്ണ.